പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ PB ജിജീഷ്. ജസ്റ്റ് റൈറ്റ്സ് പോഡ്കാസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് ഒരു കൊലപാതകത്തെക്കുറിച്ചാണ്. അത് കേവലം ഒരു കുറ്റകൃത്യമല്ല, വെറുതെ വിവരിച്ചു പോകാവുന്ന ഒരു സംഭവവുമല്ല. ഒരു സൂചകമാണ്, ഒരു രോഗലക്ഷണമാണ്. ഈ കേരളത്തിൽ വാളയാറിൽ ഒരു അതിഥി തൊഴിലാളിയെ ആൾക്കൂട്ടം കൊന്നു തള്ളിയിരിക്കുന്നു. എന്നിട്ട് മർദ്ദിച്ച് കൊല്ലുന്നതിൻ്റെ ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്തിയിരിക്കുന്നു. ദൃശ്യങ്ങളിൽ ആ സാധു മനുഷ്യനോട് "നീ ബംഗ്ലാദേശിയാണോ?" എന്ന ചോദ്യം ആവർത്തിച്ച് ചോദിക്കുന്നത് കേൾക്കാം. ഈ എപ്പിസോഡിൽ നമ്മൾ പരിശോധിക്കുന്നത് അയാളൊരു ബംഗ്ലാദേശി ആയിരുന്നോ എന്നല്ല, അങ്ങനെയൊരു ചോദ്യം അവിടെ ഉയരാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. അവിടെ സംഭവിച്ചത് എന്താണെന്ന് അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അയാളൊരു അപരിചിതനായിരുന്നു. യാതൊരു ഉന്നത ബന്ധങ്ങളുമില്ലാത്ത ഒരു കൂലിപ്പണിക്കാരൻ. ഒരു സ്വാധീനവുമില്ല, പണമില്ല, സുരക്ഷിതത്വവുമില്ല. സാമൂഹിക അധികാര ശൃംഖലകളുടെ ഒന്നും ഭാഗമല്ല അയാൾ. ഈ അതിക്രമം പരസ്യമായി വീഡിയോയിൽ പകർത്തിയിരിക്കുന്നു. ഒരാളെ കൊന്നു തള്ളുന്നത് ദൃശ്യമായി പകർത്തുവാനുള്ള മാനസികാവസ്ഥ ആ ആൾക്കൂട്ടത്തിലുണ്ടായിരുന്നു. അത് ക്രൂരത മാത്രമല്ല, ആത്മവിശ്വാസം കൂടിയാണ്. ഒരുത്തനും ചോദിക്കാൻ വരില്ലെന്ന ആത്മവിശ്വാസം. ഇത് കേവലം ഒരു ക്രമസമാധാന പ്രശ്നമല്ല. ചില ജീവിതങ്ങൾക്ക് ഒരു വിലയുമില്ലെന്ന് നമ്മളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വിചാരധാരയുടെ തികട്ടലാണിത്. കുഴയ്ക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അയാൾ ബംഗ്ലാദേശി ആയിരുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, അതുകൊണ്ട് എന്തു മാറ്റമാണ് ഉണ്ടാവുക? അത് ഈ കുറ്റകൃത്യത്തെ ഏതെങ്കിലും തരത്തിൽ ലഘൂകരിക്കുമോ? കൊലപാതകം ദേശസ്നേഹപരമായ ഒരു പ്രവൃത്തിയായി മാറുമായിരുന്നു. ആൾക്കൂട്ടത്തിൻ്റെ അക്രമം രാജ്യത്തോടുള്ള കടമയായി വ്യാഖ്യാനിക്കപ്പെടുമായിരുന്നു. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൃത്യമായും സ്പഷ്ടമായും ഇല്ല എന്നല്ലെങ്കിൽ ഈ രാജ്യം അപകടത്തിലാണ്. നമ്മളെല്ലാവരും അപകടത്തിലാണ്. നമ്മുടേത് ഒരു ഭരണഘടനാധിഷ്ഠിതമായ ജനാധിപത്യ രാജ്യമാണ്. പാസ്പോർട്ടോ തിരിച്ചറിയൽ കാർഡോ നോക്കിയല്ല ഇന്ത്യൻ ഭരണഘടന തുല്യതയും ജീവിക്കാനുള്ള അവകാശവും വാഗ്ദാനം ചെയ്യുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദം 14 നിയമത്തിന് മുന്നിലെ തുല്യതയും നിയമത്തിൻ്റെ തുല്യ പരിരക്ഷയും വാഗ്ദാനം ചെയ്യുന്നു. അനുച്ഛേദം 21 ആകട്ടെ അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത്. അത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും ആ ഉറപ്പ് ഭരണഘടന നൽകുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ രാഷ്ട്രീയം നമ്മെ പഠിപ്പിക്കുന്നത് അതല്ല. ചില ആളുകൾ തങ്ങൾക്കും ഭരണഘടനയുടെ സംരക്ഷണത്തിന് അവകാശമുണ്ട് എന്ന് ആദ്യം സ്വയം തെളിയിക്കേണ്ടിയിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ജർമ്മൻ രാഷ്ട്രമീമാംസക ഹന്ന അറൻറ്റ് പൗരത്വത്തെ അവകാശങ്ങൾക്കുള്ള അവകാശം എന്നാണ് വിശേഷിപ്പിച്ചത്. എന്നുവച്ചാൽ തങ്ങൾ പറയുന്നത് കേൾക്കുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ വിഭാഗത്തിലെ അംഗത്വമാണ്. അതിനകത്ത് വരുന്നവർക്ക് അവകാശങ്ങൾ കൽപ്പിച്ചു നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നവും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വലിയ അപകടമാണത്. ഒരാൾ പൗരനല്ലെന്ന് വന്നാൽ നിയമപരമായി ഉപേക്ഷിക്കപ്പെടുകയാണ് ഉണ്ടാവുക. അതുമാത്രമല്ല, ധാർമ്മികമായും അയാൾ ഒറ്റപ്പെടുന്നു. അവരുടെ ദുരിതങ്ങൾ എളുപ്പത്തിൽ അവഗണിക്കാൻ കഴിയുമെന്ന് വരും. അവർക്ക് അവകാശങ്ങളേ ഇല്ല എന്ന സ്ഥിതി വരും. അവരുടെ മരണം പോലും സാമൂഹികമായി നീതീകരിക്കപ്പെടും. ഇത് ഒരു സവിശേഷമായ സാഹചര്യമാണ്. എന്നാൽ നമ്മുടെ ഭരണഘടന ഒരു മനുഷ്യൻ്റെ അന്തസ്സിന് പൗരത്വം നിർബന്ധമാണെന്ന് പറയുന്നില്ല. അനുച്ഛേദം 21 എല്ലാ മനുഷ്യർക്കും ജീവിക്കാനുള്ള അവകാശം വാഗ്ദാനം ചെയ്യുന്നു. കേവലം പൗരർക്ക് മാത്രമല്ല, എല്ലാവർക്കും നിയമ സംവിധാനത്തിൻ്റെ സംരക്ഷണവും ഐച്ഛികമായ ആക്രമണത്തിൽ നിന്നുള്ള സംരക്ഷണവും ദേശീയതയുടെ അടിസ്ഥാനത്തിലല്ല എന്ന്
സുപ്രീം കോടതിയും പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നാൽ രാഷ്ട്രീയ ആശയ പ്രചാരണ വേലകൾ ഭരണഘടനാപരമായ മൂല്യബോധങ്ങളെ അപ്രസക്തമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ പൗരത്വം കേവലാർത്ഥത്തിൽ ഭരണകൂടവും പൗരനും തമ്മിലുള്ള നിയമപരമായ ബന്ധമല്ല, ആളുകളെ വിഭാഗീകരിക്കാനുള്ള ഉപകരണമാണ്. അങ്ങനെ പൗരത്വം നിർണ്ണയിക്കപ്പെടുന്നത് തെളിവുകളുടെയോ നിയമത്തിൻ്റെയോ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളുടെയോ അടിസ്ഥാനത്തിലല്ല. ആൾക്കൂട്ട ആരോപണങ്ങളും ഹിംസയുമാണ് മാർഗം. പൗരത്വം അങ്ങനെ ഒരു സാംസ്കാരിക ആയുധമായി, പുറത്താക്കലുകൾക്കുള്ള ഉപായമായി പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു. വാളയാറിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. സമീപകാലത്ത് യൂണിയൻ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ള ചില നയസമീപനങ്ങളും നിയമനിർമ്മാണവുമെല്ലാം ഈ രാഷ്ട്രീയ കാലാവസ്ഥയെ, ഈ സാമൂഹിക സാഹചര്യത്തെ ചൂടുപിടിപ്പിക്കുന്നതാണ്. ഒരു നിയമവും അക്രമം ആഹ്വാനം ചെയ്യുന്നില്ല. എന്നാൽ സാമൂഹിക സാഹചര്യങ്ങളെ രൂപപ്പെടുത്താൻ നിയമങ്ങൾക്ക് കഴിയും. 2019 പൗരത്വ നിയമ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി പൗരത്വത്തിനുള്ള മാനദണ്ഡമായി മതം കടന്നു വരുന്നത്. അതിനോടൊപ്പം ദേശീയ പൗരത്വ പട്ടിക കൂടി വന്നപ്പോൾ അതൊരു വലിയ ഭീതിയായി മാറി. രാജ്യവ്യാപകമായി പൗരത്വം തെളിയിക്കാൻ കഴിഞ്ഞവരും തെളിയിക്കാൻ കഴിയാതെ പോയവരും എന്ന നിലയ്ക്ക് രണ്ടു തരം മനുഷ്യരുണ്ടാവുമെന്ന സാഹചര്യം നിലവിൽ വന്നു. കോടിക്കണക്കിന് മനുഷ്യരോട് നിങ്ങൾ ഇവിടത്തുകാരനാണെന്ന് തെളിയിക്കൂ എന്ന് ഭരണകൂടം ആവശ്യപ്പെടുകയാണ്. തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം പാവപ്പെട്ട ഈ മനുഷ്യരുടെ മേലാണ് ചാർത്തിയിരിക്കുന്നത്. രേഖകൾ കൊണ്ടുവരാനാണ് പറയുന്നത്. ഇത് ദരിദ്രരെയും സ്ത്രീകളെയും തൊഴിലാളികളെയും ദളിതരെയും ആദിവാസികളെയും മറ്റ് അരികുവൽക്കരിക്കപ്പെട്ട സാമൂഹിക വിഭാഗങ്ങളെയുമാണ് ഏറ്റവും ദോഷകരമായി ബാധിക്കുക. കാരണം ഔദ്യോഗിക രേഖകൾ എപ്പോഴും സമൂഹത്തിലെ വരേണ്യരുടെ വിശേഷഭാഗ്യമാണ്. അങ്ങനെ രാജ്യത്തെ മനുഷ്യരെയെല്ലാം സംശയദൃഷ്ടിയോടെ നോക്കിക്കാണുവാൻ ഭരണകൂടം നമ്മളോട് പറയാതെ പറയുകയാണ്. പൗരത്വം രാഷ്ട്രീയ പ്രചാരണങ്ങളുടെ കേന്ദ്രസ്ഥാനത്ത് വരുമ്പോൾ സമൂഹത്തിലുണ്ടാകുന്ന ഹിംസാത്മക ബോധം ഭീതിതമാണ്. നുഴഞ്ഞുകയറ്റക്കാർ, നിയമവിരുദ്ധർ എന്നിങ്ങനെയുള്ള വാക്കുകൾ രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ ആവർത്തിച്ചുപയോഗിക്കപ്പെടുമ്പോൾ അവരെ മനുഷ്യരെയല്ലാതെയായി ചിത്രീകരിക്കുന്ന പ്രയോഗങ്ങൾ രാഷ്ട്രീയ നേതാക്കളും മുഖ്യധാരാ മാധ്യമങ്ങളും വ്യാപകമായി ഉപയോഗിക്കുമ്പോൾ സാധാരണ മനുഷ്യരെ അവർ പോലും അറിയാതെ സ്വയം ബോർഡർ പോലീസുകാരായി ചമയാൻ പ്രേരിപ്പിക്കുകയാണ്. അപരവിദ്വേഷവും തന്നിൽ നിന്ന് വ്യത്യസ്തരായവരോടുള്ള ഭയവും ചില ജീവിതങ്ങൾക്ക് വില കൽപ്പിക്കേണ്ടതില്ലെന്ന ബോധ്യവും അപകടകരമായ ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കുന്നു. ആൾക്കൂട്ട നീതി അഭിനന്ദനാർഹമായ എന്തോ ആണെന്ന ബോധം വ്യാപകമാകുന്നു. നീ ബംഗ്ലാദേശിയാണോ എന്ന ചോദ്യം വെറുമൊരു ചോദ്യമല്ല, ഒരു രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ബഹിർസ്ഫുരണമാണ്. അതൊരു സംശയമല്ല, ഒരു വിധിയെഴുത്താണ്. ഭൂരിപക്ഷ വർഗീയതയുടെ രാഷ്ട്രീയ ആദർശ പരിസരം സൃഷ്ടിക്കുന്ന ഒരു മൂല്യബോധം കൂടിയാണത്. ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ അപകടം അത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ എന്തു ചെയ്യുന്നു എന്നതിലല്ല, ഭൂരിപക്ഷത്തിൻ്റെ ധാർമ്മിക ബോധ്യങ്ങളോട് അത് ചെയ്യുന്നതെന്ത് എന്നതുകൂടി പരിശോധിക്കപ്പെടേണ്ടതാണ്. ഒരു രാജ്യം അവിടുത്തെ സാംസ്കാരിക ഭൂരിപക്ഷത്തിൻ്റെ സ്വത്താണെന്നും മറ്റുള്ളവർ അവരുടെ കീഴിൽ കഴിയേണ്ടവരാണെന്നുമുള്ള പ്രത്യയശാസ്ത്രം രാഷ്ട്രത്തിൻ്റെ ധാർമ്മിക സീമകളെ ചെറുതാക്കുന്നു. ഭരണഘടനാപരമായ പൗരത്വത്തേക്കാൾ പ്രധാനം സാംസ്കാരികമായ പൗരത്വമാണെന്ന് വരുന്നു. നിയമത്തിന് മുന്നിലെ തുല്യതയ്ക്ക് ഒരു ശ്രേണീകൃതമായ ഭാവമുണ്ടാകുന്നു. സാഹോദര്യം സംശയത്തിന് വഴിമാറുന്നു. ഈ രാഷ്ട്രീയ സാഹചര്യമാണ് അപരനെതിരെയുള്ള അതിക്രമത്തെ സ്വാധീകരിക്കുന്നത്. അത് സമൂഹത്തിൻ്റെ ഘടനാപരമായ പതനമാണ്, അല്ലാതെ ഒറ്റപ്പെട്ട ഒരു സംഭവമൊന്നുമല്ല. തുല്യതയിലെ ഈ ശ്രേണീകരണത്തിന് ചിലർ തുല്യരും മറ്റു ചിലർ ഈ തുല്യതയിൽ പരിഗണിക്കപ്പെടേണ്ടവരല്ലാത്തവരുമാണ് എന്ന ബോധ്യത്തിന്
സനാതന സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ പിന്തുണയുണ്ട്. അട്ടപ്പാടിയിലെ മധുവിൻ്റെ കൊലപാതകം അതിനുദാഹരണമാണ്. മോഷണം ഒരു കപട ന്യായം മാത്രമാണ്. പൊന്നുകെട്ട പോറ്റിക്കെതിരെ അവർ അതൊരിക്കലും ചെയ്യില്ല. ഇനി എന്ത് എന്നൊരു ചോദ്യമുണ്ട്. നിഷ്ഠൂരമായ ഈ കൊലപാതകത്തിന് കാരണമായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും അർഹിക്കുന്ന തരത്തിൽ ശിക്ഷ നൽകുകയും വേണമെന്നത് ഭരണകൂടത്തിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം മാത്രമാണ്. എന്നാൽ നിയമനിർവഹണത്തിനപ്പുറം അടിയന്തരമായ സാമൂഹിക രാഷ്ട്രീയ ഉത്തരവാദിത്വങ്ങൾ നമുക്കുണ്ട്. ഭരണഘടനാപരമായ ബാധ്യതയുണ്ട്. പൗരത്വം എന്നത് നിയമപരമായ ഒരു സംജ്ഞ, ഒരു നിർവചനം മാത്രമാണെന്ന ബോധ്യം നമുക്കുണ്ടാകണം. അതൊരു ധാർമ്മിക സൂചികയൊന്നുമല്ല. അത് വെച്ച് മനുഷ്യജീവിതങ്ങളുടെ വില അളക്കാനുമാവില്ല. ഭരണഘടനാധിഷ്ഠിതമായ ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് അന്യദേശത്തു നിന്ന് വന്ന് തൊഴിൽ ചെയ്യുന്ന ഒരു മനുഷ്യനെ സംശയദൃഷ്ടിയോടെ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് അപരിചിതനായ ഒരു മനുഷ്യൻ നിയമപരമായി തെളിയിക്കപ്പെടും വരെ അന്യദേശക്കാരനുമല്ല. കിംവദന്തികൾ അക്രമങ്ങൾക്ക് സാധൂകരണമാവുകയില്ല. വിദേശി എന്നത് മരണവാറണ്ടുമല്ല. ബംഗ്ലാദേശിയാണോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഒരാൾക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ടോ ഇല്ലയോ എന്ന് നിർണ്ണയിക്കുന്നതെങ്കിൽ നമ്മൾ ആ മനുഷ്യനെ മാത്രമല്ല, ഇന്ത്യ എന്ന ഭരണഘടനാപരമായ ആശയത്തെയാണ് കൊല ചെയ്യുന്നത്. വാളയാറിലെ കൊലപാതകം ആവശ്യപ്പെടുന്നത് കേവലമായ അപലപനവും ശിക്ഷയുമല്ല. ഇക്കാര്യത്തിൽ നമുക്ക് വ്യക്തത വേണം. പല ഉരു ആവർത്തിക്കണം. മനുഷ്യൻ്റെ അന്തസ്സ് വെറുമൊരു കടലാസല്ല. എല്ലാ രേഖകളും മനുഷ്യാന്തസ്സെന്ന മൂല്യത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരിക്കണം. അതിനെ ഉയർത്തിപ്പിടിക്കുന്നതായിരിക്കണം. പ്രിയമുള്ളവരെ, ജസ്റ്റ് റൈറ്റ്സ് ഒരു സാമൂഹിക ഉത്തരവാദിത്വത്തിൻ്റെ നിർവഹണമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ, ആലോചനകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇതിനെ പിന്തുണയ്ക്കാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പങ്കുവയ്ക്കുക, പരമാവധി ആളുകളിലേക്ക് ഇത് എത്തിക്കുക. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനവും ചർച്ചകളും വിശകലനങ്ങളും നിലപാടുകളും പൊതുസമൂഹത്തിൻ്റെ പിന്തുണയോടുകൂടി മാത്രമേ നിലനിൽക്കുകയുള്ളൂ. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ചെറിയൊരു സാമ്പത്തിക പിന്തുണ ഈ സംരംഭത്തിന് നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതിന് ആവശ്യമായ ലിങ്ക് കമൻറ്റിൽ ചേർത്തിട്ടുണ്ട്. കൂടെ നിൽക്കുന്ന എല്ലാവർക്കും നന്ദി.